ഹായ്ഡാ, അയാണ് അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് അങ്ങ് പോയാലോ. ഈ കഥ നടക്കുന്നത് 2012 ഒരു ഇടത്തരം നാട്ടിൻപുറം. കഥാനായകൻ 18 വയസ്സ് കഴിഞ്ഞ് എൻജിനീയറിംഗ് പഠിക്കുന്നു. ആ ഒരു പ്രായം പിന്നെ പറയേണ്ടതില്ലല്ലോ. നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കത കാരണം അവസരങ്ങളൊന്നും മുതലാക്കാൻ അറിയുകയുമില്ല. എല്ലാവരും നല്ല കുട്ടിയാണെന്നും പറഞ്ഞ് അങ്ങനെ നല്ല കുട്ടിയായി തന്നെ ജീവിക്കുകയായിരുന്നു. പേര് ഗിരീഷ് എന്ന. ആള് നല്ല പോലെ പഠിക്കും. എൻജിനീയറായി ധാരാളം പണം ഉണ്ടാക്കണം എന്ന ലക്ഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ അടുത്ത് പഠനത്തിൽ ശ്രദ്ധ അത്ര കിട്ടുന്നില്ല. മറ്റേ ചിന്തകളൊക്കെ കാരണം വല്ലാണ്ടൊക്കെ ഞെളിവിത് കൊള്ളുന്ന രാത്രികളിൽ മെത്തയിലിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. രാത്രികളിലടക്കി 3-4 വട്ടം സ്വയം പരിപാടിയാണ്. മൊബൈൽ ഇന്നത്തെ പോലെ നല്ല ക്ലാരിറ്റി ഇല്ല, എന്നാലും 3-4 വട്ടം എന്ന് വെച്ചാൽ ഒന്ന് വിചാരിച്ച് നോക്കിയേ. അതിൽ കാണുന്ന ഓരോന്നും കണ്ടിട്ട് പിന്നെ അമ്മാതിരി മാഗസീൻസും ഉണ്ടല്ലോ കാലത്ത്. അതുപോലെ എന്താ പറയുക, ഓരോന്നായിട്ട് രാത്രികളിൽ ഇങ്ങനെ അങ്ങ് പോവും. റൂമിൽ ഒറ്റയ്ക്കായിരുന്നു കിടത്തം. പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് കുറ്റിയിട്ടിട്ട ഉറക്കവും. ആരെങ്കിലുമായി ഒന്ന് സെറ്റായിരുന്നെങ്കിൽ സെറ്റായില്ലെങ്കിൽ ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നൽ വരെ അയാൾക്ക്. പിന്നെ ഓരോ ചേച്ചിമാരെയും കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഓരോരോ ചേട്ടന്മാരിങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇതിൽ ഭയങ്കര നിരാശയാണ്. പക്ഷേ നിരാശയാണെങ്കിലും സെറ്റാവും കേട്ടോ. ഉള്ളിലാണെങ്കിൽ ആകെ നിസ്സഹായത. വിദേശങ്ങളിലുള്ളവർക്ക് ഇതൊക്കെ ചെറിയ പ്രായത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ ഉള്ളിലെന്തോ ഒരു കോരിത്തരിപ്പാണ്. മാതാപിതാക്കൾ സ്ട്രിക്റ്റായിട്ട് വളർത്തിയേക്കുന്നത് കൊണ്ട് അധികം സുഹൃത്തുക്കളും ഇല്ല. എന്താ ചെയ്യല്ലേ, എന്താ പറയുക, ഒക്കത്തിനും പേടിയാണ്. പിന്നെ പോവാന്ന് വെച്ചാൽ കൈ പൈസയും ഇല്ല. കോളേജിലെ പെൺകുട്ടികൾക്ക് മുന്നിൽ നിഷ്കളങ്കനായതുകൊണ്ട് ആ ഒരു സ്റ്റൈലിൽ തന്നെ പോകേണ്ടി വരുന്നു. കൂടെ പഠിക്കുന്നവരെ കാണുമ്പോൾ അത്ര ഫീലിങ്സ് വരുന്നുമില്ല. പക്ഷേ ചില ടീച്ചർമാർ സാരി കൊടുത്ത് വരുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സാണ്. അവരുടെ ആഴവും ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് നെടുവീർപ്പിടും. അല്ലാണ്ടിപ്പം എന്ത് ചെയ്യാനല്ലേ. പിന്നെ അതൊക്കെ എങ്ങനെ ഇരിക്കും എന്നോർത്ത് നെഞ്ചൊക്കെ ഇങ്ങനെ പിടയും. എത്ര ഭാഗ്യമുള്ളവരാ അവരുടെ ഭർത്താക്കന്മാരല്ലേ. അവരെന്നും നല്ല വേണം ആവുന്നുണ്ടാവുമല്ലേ. ഇതൊക്കെ ചിന്തകളാണ് മനസ്സിൽ. ആകപ്പാടെ ഒരു സന്തോഷമില്ല മനസ്സിന്. സ്വയം ശപിച്ച് മുന്നോട്ട് പോകുക. നമ്മുടെ നാട്ടിൽ ഒരു 28-30 വയസ്സായിട്ട് കെട്ടാൻ നോക്കും. അതുവരെ കൈപിടിച്ച് സ്വയം ഇങ്ങനെ ആക്കണം. അങ്ങനെ ജീവൻ നശിക്കുമോ എന്നൊക്കെ ഒരു തോന്നൽ വരെ ആയി. ആ ഇടയ്ക്കാണ് അയലത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിദേശത്ത് പോകുന്നത്. ഇനി 2 കൊല്ലം കഴിയണം ആൾ വരാൻ. 2 കൊച്ചു പെൺകുട്ടികളാക്കി ചേച്ചിക്ക്. ഭർത്താവ് പോയതിൽ പിന്നെ ചേച്ചി അമ്മയോട് സംസാരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൂടിയായി. അങ്ങനെ ഒരു വെക്കേഷൻ ടൈമിൽ എക്സാമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് 8ഉം 10ഉം ഒക്കെ ഡെയിലിയായി. എൻ്റേതാണെങ്കിൽ ഒരു 8 ഇഞ്ചൊക്കെ ഉണ്ട് താനും. ആ ഒരു കാലം ചേച്ചിയോട് ഞാൻ കൂടുതൽ സംസാരിക്കാനും ഇടപെടാനൊക്കെ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ എന്തൊരു ഇതുള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നി. ചേച്ചിക്കും എന്നോട് സംസാരിക്കാൻ ഇഷ്ടമായിരുന്നു. എൻ്റെ തമാശകളൊക്കെ കേട്ട് ചേച്ചി പൊട്ടിച്ചിരിക്കും പലപ്പോഴും. അങ്ങനെ പതുക്കെ മനസ്സിലവരോടൊരു ആരാധന തുടങ്ങി. ചേച്ചിയാണെങ്കിൽ ഒരു 5 അടി പൊക്കും, അതനുസരിച്ചുള്ള വണ്ണമൊക്കെയാണ്. ബാക്കിയൊക്കെ പിന്നെ പറയേണ്ടതില്ല, സെറ്റാണ്, വലിയതാണ്. അതൊക്കെ എന്താ പറയുക, കാണാൻ നല്ല രസമാണ്. അവരെ ഓർത്തിട്ടായിരുന്നു പിന്നെയുള്ള ദിവസങ്ങൾ. എൻ്റെ ക്യൂനാണ് ആളിപ്പോൾ. പിന്നെ ചില ദിവസങ്ങളിൽ ഓരോന്ന് ഇട്ടിട്ട് വരുന്നത് കാണുകയും നടക്കുകയും നീങ്ങുകയും കുഞ്ഞൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരിതാണ് എനിക്ക്. അങ്ങനെ പിന്നെ ഈ തുണി കഴുകുന്ന ശബ്ദമൊക്കെ കേട്ടാൽ ഞാൻ ഈസായിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് കാര്യം പറയുന്ന പോലെയൊക്കെ നിൽക്കും. എന്തിനാ, ഓരോ ഇത് കിട്ടുമല്ലോ, അവിടെ ഇവിടെയും കാണാം, അതിൻ്റെ ഒരു ഇത് അത്രേ ഉള്ളൂ.
അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോയി. ചേച്ചിക്കും എന്നോട് സ്നേഹവും അടുപ്പവും ഒക്കെ വന്നു. പക്ഷേ എങ്ങനെയുള്ള സ്നേഹമാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എല്ലാം കുളമാകും. അങ്ങനൊരു ദിവസം ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങായിരുന്നു. കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കഥക് ചാരിയിട്ടേ ഉള്ളൂ. അതൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാനൊക്കെ സാധിക്കും. ആരോ എന്നെ തട്ടി വിളിക്കുന്നത് കണ്ട് ഞാൻ ഉണർന്നു. നോക്കുമ്പോൾ ചേച്ചിയാ. ചേച്ചിയുടെ ഫോണിൽ അണ്ണൻ വിളിക്കുമ്പോൾ കോള് കിട്ടുന്നില്ല. പഴയ നോക്കിയ ഫോണാണ് ചേച്ചിക്ക്. ഞാൻ ഫോണൊക്കെ മേടിച്ച് തിരിച്ചും മറിച്ചൊക്കെ നോക്കി. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഓണാക്കി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ചേച്ചിയൊന്ന് നോക്കി. അപ്പോൾ ചേച്ചിയുടെ കണ്ണ് എൻ്റെ എവിടെ ആയിരിക്കും? ചേട്ടൻ പോയൊരു മാസം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. നല്ല കൂട്ടത്തിലുള്ള ആളാണെന്ന് എനിക്കപ്പം മനസ്സിലായി. കണ്ണുകളിലെ ആ പ്രത്യേക നോട്ടം, ആ വലിയ കണ്ണുകൾ, അതെന്നെ വല്ലാണ്ടങ്ങ് ആകർഷിച്ചു. ചേച്ചിയുടെ ആണെങ്കിൽ ഒരു വട്ടമുഖ, ആ ഒരു 38 ഉണ്ട് താനും, ഒതുങ്ങിയത്. പിന്നെ ബാക്കിയൊക്കെ നല്ല പോണം. പിന്നെ തലമുടിയൊക്കെ സെറ്റാണ്. മൊത്തത്തിൽ എന്താ പറയുക, മൊത്തത്തിലങ്ങ് തിന്നാൻ തോന്നും. അങ്ങനെ പിന്നെ ആളെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അമ്മ അത്ര റൈറ്റാണ് കേട്ടോ ചേച്ചി. പിന്നെ ആൾ തന്നെ എൻ്റെ ഇതൊക്കെ നോക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്കെന്തോ പ്രത്യേക ഒരു സുഖം അനുഭവപ്പെട്ടു. പെണ്ണ് എന്താണെന്ന് അറിയണം എന്നൊരു ചിന്ത വന്നു മനസ്സിൽ. പതിയെ അറിയാത്ത കൂട്ട് എൻ്റെ ഇതിങ്ങനെ മുകളിൽ കൂടെ ഒന്ന് ഇതാക്കി. അമ്മ പുറത്തെങ്ങാണ്ട് ജോലിയിലാണ്. അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ട്. ചേച്ചിയുടെ മക്കൾ അവരുടെ വീട്ടിൽ കളിക്കുക. വെക്കേഷൻ ആയതുകൊണ്ടേ റൂമിൽ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. അതോർത്തപ്പോൾ ഒരു ഇടിമിന്നൽ ആടെ കൂടെ ഇങ്ങനെ പാഞ്ഞു. അതിങ്ങനെ വിറച്ചു. ഹൃദയെടുപ്പ് കൂടി. ചേച്ചിയുടെ ഫോൺ ശരിയായി നോക്കിയേ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ ഗിരീഷേ, ഒന്ന് പറഞ്ഞാടേ ഈ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് ചേച്ചി. അപ്പോൾ ഞാൻ കട്ടിലിരിക്കുമായിരുന്നു. ചേച്ചി നിൽക്കുമായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇരിക്ക്, കട്ടിലിരിക്കാൻ. എന്നിട്ട് കൈ കാണിച്ചു. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നു. എൻ്റേതാണെങ്കിൽ ആക്കെ ചൂടട്ടിക്കുക. എൻ്റെ സ്വപ്നസുന്ദരി എൻ്റെ അടുത്തിരിക്കുക. അപ്പോൾ ദേ അമ്മ അങ്ങോട്ട് വന്നു. അമ്മ പറഞ്ഞു, മോനെ ആൾക്ക് ഫോണിൻ്റെ ഒന്നും അറിയില്ല. കൃഷ്ണൻ വിളിക്കുമ്പോൾ അവൾക്കൊന്നും കേൾക്കുന്നുമില്ല. നീ അവൾക്ക് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ പുരയിടത്തിൽ കുറച്ച് ഉണങ്ങിയ ഓലയും വിറകൊക്കെ കിടക്കുന്നുണ്ട്. മഴക്കാലം വരുന്നതിന് മുന്നേ എല്ലാം പൊത്താൻ വളർത്തി വെക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ അമ്മ, പോയിട്ട് വന്നു. ഗീത ചേച്ചിക്ക് ഞാനിങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കാം. ചേച്ചിയും അമ്മയോട് തലയാട്ടി. അങ്ങനെ അമ്മ എനിക്ക് കുറേ കഴിഞ്ഞ് വരുമെന്ന് ഞങ്ങൾ 2 പേർക്കും മനസ്സിലായി. ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മുഖം ചുവന്നിരിപ്പുണ്ട്. ഞാൻ ചേച്ചിയുടെ കണ്ണുകൾ നോക്കി. ചേച്ചിയെ ഇത്ര അടുത്ത് ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്നത്. ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ സ്നേഹവും മറ്റതൊക്കെ തോന്നുന്നുണ്ട്. ചേച്ചി എന്നെയൊക്കെ 10 വയസ്സെങ്കിലും മൂത്തയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിലെന്തോ കൂട്ടുകാരെ പോലെ എനിക്ക് തോന്നി. ഒരു അടുപ്പം, ഒരു സ്നേഹം. പെട്ടെന്ന് നമുക്ക് പണ്ടേ അറിയാവുന്ന കുറച്ച് ആൾക്കാരില്ലേ, അതുപോലുള്ളൊരു ഫീലാണ്. ചേച്ചിക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മൊബൈൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചേച്ചിയുടെ കൈയും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ മുട്ടുമല്ലോ. അപ്പോൾ എൻ്റെ ശ്വാസമൊക്കെ ചേച്ചിക്ക് നല്ലപോലെ കേൾക്കാം. മുഖം തൊട്ടടുത്തുവാ. ചേച്ചിയുടേതാണെങ്കിൽ ഫാൻ ഉണ്ടായിട്ടും നല്ലവണ്ണം സ്വെറ്റാവുന്നുമുണ്ട്. ആ ഒരു ചൂട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഗന്ധവും എല്ലാം കൂടി ആയപ്പോൾ ഒരു ഉള്ളി വരുമല്ലോ, സ്വാഭാവികമല്ലേ. പിന്നെ അടുത്തും കൂടെ ചേച്ചി ഇരിക്കുമ്പോൾ പിന്നെ പറയണോ. ഞാനേ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. സംസാരിക്കുന്ന കൂട്ടത്തിൽ ചേച്ചിയുടെ കയ്യിൽ പതിയെ ഇതാക്കി. പക്ഷേ ചേച്ചി കൈ മാറ്റിയില്ല. എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ ചേച്ചിയുടെ മുഖത്തോട്ടും. ഞങ്ങളുടെ കണ്ണുകൾ കൂട്ടിമുട്ടി. ഒരു ആണും പെണ്ണും ഇഷ്ടമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്തോ നമുക്കത് അറിയാൻ പറ്റും. ചേച്ചിയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ മറ്റേതായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചേച്ചി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. സാമൂതിരിക ശാസ്ത്രം അനുസരിച്ച് കുതിരിനത്തിൽപ്പെടുന്ന പെണ്ണുങ്ങൾ, അതായത് 5 അടി പൊക്കം, വലിയ ഇതൊക്കെയുള്ള നല്ല ഇതൊക്കെയുള്ള പെണ്ണുങ്ങൾക്ക് എന്നും ഇല്ലാണ്ട് പറ്റില്ല അത്ര. ഒരു പുരുഷന്
സെറ്റ് ചെയ്ത് കിട്ടുക ഇങ്ങനത്തെ പെണ്ണുങ്ങളുടേതായിരിക്കും അത്രേ. വിൽക്കാനുള്ള കുതിരയെ പോലത്തെ പെണ്ണ്, നല്ല ഇതൊക്കെയാണ്, ഒരു പ്രകൃതിദത്തമായിട്ടിരുത്. പിന്നെ എൻ്റെ ഒരു തെറ്റാവാണ്ടിരിക്കുമോ? അതൊക്കെ ഇനി ഓരോന്ന് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ ഇതങ്ങ് വല്ലാണ്ട് സെറ്റായി. ഇങ്ങനെ വല്ലാതങ്ങ് ഹൈ ലെവലിലോട്ട് വന്നപ്പോഴത്തേക്കും വിറകെടുക്കാൻ പോയ അമ്മ തിരികെ വന്നു. പെട്ടെന്ന് ചേച്ചി ചാടി എണീറ്റങ്ങ് പോയി. എൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാനിനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞു. ഞാൻ തലയാട്ടി. നല്ലൊരവസരം നഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ നിരാശ അപ്പോൾ ചേച്ചി വളഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നല്ലൊരു ചാൻസ് വന്നാൽ കിട്ടും, അത് ഉറപ്പാണ്. ഞാൻ എണ്ണീറ്റ് കഥക്ക് കുറ്റിയിട്ടു. ചേച്ചിയുടെ ആ ഓരോന്ന് ആലോചിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് പരിപാടി തുടങ്ങി. വന്നു, അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു അല്ല. അങ്ങനെ എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. വൈകുന്നേരം എണ്ണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തിരികെ വന്നു. അപ്പോൾ അമ്മ പറയുക, അപ്പുറത്തെ ഗീതയും പിള്ളേരും ഒറ്റയ്ക്കാണ്, അവളുടെ അമ്മായിയമ്മ എങ്ങോട്ട് പോയി, നാളെ വരൂ, നീ അവൾക്ക് കൂട്ടായിട്ട് അവളുടെ വീട്ടിൽ നിൽക്കണമെന്ന്. എൻ്റെ ഉള്ളിൽ ലഡ്ഡു പൊട്ടി. എങ്കിലും പുറമേ താല്പര്യം കാണിച്ചില്ല. ശരി അമ്മ, ചോറുണ്ടിട്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എന്നാൽ ശരി അമ്മേ, ഞാൻ പോകുകയെന്നും പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിലോട്ട് ഞാൻ വന്നു. എൻ്റെ ഹൃദയം പട അടിക്കുന്നുണ്ടായിരുന്നു. എൻ്റേതിനാണെങ്കിൽ എന്തെങ്കിലും ഭാഗ്യം തെളിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. ചേച്ചി ഫ്രണ്ട് ജനലിൽ കൂടി വന്ന് ആരാന്ന് നോക്കിയിട്ട് കതക് തുറന്നു. ആരിത്? ഗിരീഷേ, വാടാ. നീ വരില്ലെന്നാണ് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഞാനും പിള്ളേർ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു പേടി. നീ പയ്യനാണേലും ആണരത്തിനാണല്ലോ, ആ ഒരു ധൈര്യം. അമ്മായിയമ്മ നാളെ വരുള്ളൂ, മോളുടെ വീട്ടിൽ പോയേക്കാം. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട ചേച്ചി, ഞാൻ കഴിച്ചു. പിള്ളേരെന്തിയെ? അവളമ്മ രണ്ടും കിടന്നു. നീ ബാ, എന്നാ നമുക്ക് കിടക്കാം. ചേച്ചി മുൻവാതിലടച്ചു. ഞാൻ മടിച്ച് ചേച്ചിയുടെ പുറകെ ചെന്നു. 2 മക്കളും നല്ല ഉറക്കമായി കഴിഞ്ഞിരുന്നു. ഇവളുമാർ എത്രയും നേരത്തെ ഉറങ്ങുമോ? കുട്ടികളല്ലേടാ, നേരത്തെ ഉറങ്ങുമെന്ന് ചേച്ചി പറഞ്ഞു. ശരി ചേച്ചി, നീ എപ്പോഴും ഉറങ്ങാറ്? ഞാനൊരു 11 മണിയൊക്കെ ആകും. എന്തെങ്കിലും വായിച്ച് പഠിച്ചൊക്കെ ടൈം പോകുമെന്ന് ഞാനും പറഞ്ഞു. ഒരു കറുത്ത ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അതിൻ്റെ ഇതൊക്കെ കണ്ട് എന്താ പറയുക, അത് സ്ഥലമില്ലെന്ന് വരെ തോന്നിപ്പോയി. എനിക്കതൊക്കെ ഓർത്ത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു സെറ്റായി. പിന്നെ സാധാരണ എൻ്റെ പ്രായത്തിലെ ആൾക്കാരെക്കാൾ എനിക്ക് നല്ല രീതിക്ക് കൂടുതലുമാണ്. പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല, കൂടുതലാണ്. നീ എന്താ ആലോചിക്കുന്നേ? ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ചിന്തകളിൽ നിന്ന് മാറിയത് ഞാനത് ഞെട്ടി. ഇല്ലേച്ചി, ഒന്നുമില്ല. ചേച്ചിയും എന്നെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ 2 ഉറങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം, എന്നിട്ട് കിടക്കാം. നിങ്ങൾ 2 റൂമുണ്ട്, നമുക്ക് മുകളിൽ പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഇവരെണ്ണീറ്റാലോ? ഇല്ല, അങ്ങനെ പതിവില്ല. ചേച്ചി സൗണ്ട് ഉണ്ടാക്കാത്ത ലൈറ്റ് അണച്ച് റൂം പുറത്തുനിന്ന് അടച്ചു. ഞാനുമായിട്ട് മുകളിൽ പോയി. സ്റ്റെയർ കയറുമ്പോൾ ചേച്ചിയുടെ പുറമൊക്കെ ഇങ്ങനെ ഇതാവുന്നത് ഞാൻ കണ്ടു. ചേച്ചി മുകളിലെ റൂമിലെ ലൈറ്റ് ഇട്ട്, നിനക്ക് ഫ്രഷ് ആവണോ? വേണ്ടാന്ന് ഞാനും പറഞ്ഞു. ഷർട്ടൊക്കെ മാറ്റിക്ക്, ചൂടാന്നല്ലേ. ഫാനിൽ ചേച്ചി. എനിക്കൊരു ചമ്മൽ തോന്നി. ഫാനിടാം, എന്നാലും ചൂടാടാ. നീ അതൊക്കെ മാറ്റി, അതാ നല്ലേ. ഞാൻ പതുക്കെ മാറ്റി. ചേച്ചി ഷർട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഹാങ്ങറിലേക്ക് ഇട്ടു. ആ കണ്ണുകൾ കണ്ട് എൻ്റെ ഇത് മൊത്തം ഒന്നാണ് ഒഴിഞ്ഞു. പിന്നെ ഓരോ പ്രകടനങ്ങളായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി? ഒന്നുമില്ലടാ. നീ ജിം പോകുന്നുണ്ടോ? ഇല്ല. എന്താ? അല്ല, നല്ല മസിലൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ ഫുട്ബോൾ കളിക്കും, അതായിരിക്കും. എന്തായാലും കൊള്ളാം, നല്ല സ്റ്റാമിന ആയിരിക്കുമല്ലേ അപ്പോൾ? ശരിയാ ചേച്ചി, എത്ര ഓടിയാലും ഞാൻ കുഴയില്ല. ആണോ? ചേച്ചി ഒരു നെട്ടുവീർപ്പിട്ടു. ചേച്ചിക്ക് ചൂടെടുക്കുന്നില്ലേ? ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇറക്കി. എടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇട്ടേക്കണയോ? ഞാൻ നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ ലൈറ്റ് ഓഫാക്കി ഇട്ട് കളയും. അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കൊടുത്താലോ? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോനെ. ഞാൻ ആരോടും പറയില്ല, സത്യം. ഓക്കെ, എന്നാലും വേണ്ട.
ലൈറ്റ് അണക്കട്ടെ ആദ്യം. ചേച്ചി ലൈറ്റ് അണച്ചു. എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുന്ന പോലെ ഇടിച്ചുകൊണ്ടിരിക്കുക. ഒരു മാതകത്തിടുമ്പോൾ ഒന്നുമില്ലാണ്ട് എൻ്റെ അരികത്ത് കിടന്ന് ഉറങ്ങാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കി. ആ രണ്ട് വെളിച്ചത്ത് അത് മാറ്റുന്നത് ഞാൻ കണ്ടു. എനിക്കാണെങ്കിൽ ഒന്നുമില്ലാത്ത പോലെ തോന്നി. ചേച്ചി ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മൂടിക്കിടക്കുക. ഇരുട്ടാണെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടും. ഞാൻ മിണ്ടാതെ കിടന്നു. ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നി. ആക്കെ പേടിയായി. ഇതുവരെ പെണ്ണെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലേ. എൻ്റെ ദൈവമേ, ഇന്നൊരു ഭാഗ്യം ലഭിക്കണേ, അല്ലേ ഞാൻ മരിച്ചു പോവും. ഞാൻ കയ്യിലേ കൂടി അന്നറിയാണ്ടൊന്നും ഇതാക്കിപ്പോയി. എന്തേലൊക്കെ പറമോനെ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ചേച്ചിയുടെ കൂടെ കൂട്ട് കിടക്കാൻ വിളിച്ചപ്പോൾ നിനക്ക് ദേഷ്യമായോ? ചേച്ചി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, സന്തോഷം തോന്നി. അതെന്താ? ചേച്ചി ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ല, മടിച്ച് പറഞ്ഞു. പറയടാ ചെറുക്ക, ജാട ഇറക്കാതെ നീ. അത് ചേച്ചി എനിക്കിഷ്ടമാണ്. അതെന്താ? ചേച്ചി നല്ല രസമല്ലേ കാണാൻ? എന്ത് രസം, കൊള്ളത്തൊന്നുമില്ല. നീ ചുമ്മാ പറയുന്നതാ. അല്ല, ശരിക്കും നല്ല. ഓ, ചെക്കൻ കൊള്ളാലോ ആള്. ചേച്ചി പൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും ചിരിച്ചു. ശരി, കിടന്നുറങ്ങിക്കോ. ഞാൻ പതുക്കെ ഒന്ന് മൂളി. ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. ഞാൻ ആകെ നിരാശനായി. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു, എല്ലാം കുളമായി. ഞാൻ മനസ്സിൽ ദുർവിധി ശമിച്ചു. പക്ഷേ റൂമിൽ കുറച്ച് കഴിഞ്ഞൊരു അരണ്ട വെളിച്ചം പരന്നു. ഇരുട്ടാണേലും കാണാം. ചേച്ചിയുടെ പുതപ്പ് പുറകുവശവും ഫുള്ള് മറച്ചിട്ടൊന്നുമില്ല. നല്ലൊരു സീനായിരുന്നു കേട്ടോ. ഞാൻ കണ്ടു കുറച്ചൊക്കെ. പിന്നെ എൻ്റെ കൈ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? കാണാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടോ എന്തോ നല്ലതുപോലെ അവൻ സെറ്റായി. കൈ കിട്ടുന്നില്ല, അത്രയ്ക്കായി. ഇനി ഇതുപോലൊരു ചാൻസ് വരാനില്ല. എവിടുന്ന് ഒരു ധൈര്യം വന്നിട്ട് ചേച്ചിയോട് ചേർന്നതായി. ചേച്ചി ഉറങ്ങിക്കാണും. ഞാൻ പതുക്കെ അതെടുത്ത് പുറമെ ഒന്നിതാക്കി. എൻ്റെ അമ്മോ, എന്താ ഒരു സുഖം എന്നറിയോ. എനിക്കാണെങ്കിൽ കൂടുതൽ ധൈര്യം വന്നു. അതോ വരും വരായിക്കെല്ലാം മനസ്സിൽ നിന്ന് പോവുകയും ചെയ്തു. ഒരു പ്രാന്ത് പിടിച്ചവനെ പോലെ ഞാനൊരു ശക്തിയായിട്ടിനെ ഇതാക്കി. പെട്ടെന്ന് ഞാൻ ചാലക്കിനിടയിൽ ചേച്ചി ചെറുത്തട്ട കാലൊന്നും മാറ്റി വെച്ച പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ എവിടെയോ അതിങ്ങനെ അകത്തോട്ട് പോലെ എനിക്കത് മനസ്സിലായി. ഞാൻ പതുക്കെ എണീറ്റ് നോക്കി. എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എനിക്കാണത് കണ്ടിട്ട് കൈ നിന്നുമില്ല. ഞാൻ പതിയെ സെറ്റായി. എന്നിട്ട് പതുക്കെ അവിടെ ഇതാക്കി. ചേച്ചി ഉണർന്നാണോ ഉറങ്ങിയിട്ടാണോ എന്നൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞ് കുറേ ആയപ്പോൾ ചേച്ചിയുടെ മുളക്കൊക്കെ കേൾക്കുന്നുണ്ട്. മുളക്കം എന്തൊക്കെയായിരിക്കും അല്ലേ. കുറച്ച് കഴിഞ്ഞ് ചേച്ചിയുടെ ഒരു കൈ വന്ന് എൻ്റെ ഇതുമേ ആയി. ഞാനത് ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ഒന്നെങ്കിൽ ഇത് എൻ്റെ അന്ത്യം, അല്ലേ ഇന്ന് മുതൽ എൻ്റെ സ്വന്തം ഈ ചേച്ചി. അതിങ്ങനെ കൈ കൊണ്ട് അളക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിൻ്റെ വലിപ്പം കാരണമെന്ന് തോന്നുന്നുണ്ട്. ചേച്ചിക്കത് ഇഷ്ടമായെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ചേച്ചി തന്നെ മുൻകൈ എടുത്തതാക്കി. അങ്ങനെ ആദ്യമായിട്ട് എൻ്റേത് ഒരു പെണ്ണിൻ്റേത്. ഇത്രയും നാളില്ലാത്ത ഇത്രയും ഭാഗ്യം തന്ന ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലാണ്ടങ്ങ് ആസ്വദിച്ച് തുടങ്ങി. പുറത്താണേ നല്ല മഴയും പെയ്യുന്നുണ്ട്. ആ കുഴത്തിൽ നൈസായിട്ട് ഞങ്ങളുടെ പരിപാടി ഇവിടെ തുടങ്ങി. റൂമിലാണേ ഞങ്ങൾ രണ്ടും നല്ല വണ്ണം അങ്ങനെന്താ പറയുക, സ്വർഗത്തിലേക്ക് പോവുമായിരുന്നു. ശരിക്കും കിട്ടിയ ഭാഗത്തെ ഓർത്തപ്പോൾ ഞാൻ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. എനിക്കെന്തോ ഭയങ്കര വാശിയും കൂടെ ആയിപ്പോയി. ആദ്യമായിട്ടായതല്ലേ, ഫുൾ ശക്തി ഇറക്കി ഞാൻ നല്ലോണം ഇറക്കുന്നുണ്ട്. ആളാണേ പല ശബ്ദങ്ങൾ ഇതുണ്ട്, വില്ല് പോലെ വളയുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രമാണെന്ന് ആലോചിച്ചോടെ. അങ്ങനെ തകർപ്പം പരിപാടി ഇവിടെ നടക്കായിരുന്നു. അങ്ങനെ നല്ലൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങ് കിടന്നു. എനിക്കാണേ ഇത്രയും കാലം കാത്തിരുന്ന് കിട്ടിയത് നല്ലൊരു ഇതിനെയാണെന്നും കൂടെ ആലോചിച്ചപ്പോൾ എനിക്കെന്തോ സന്തോഷമേ തോന്നിയുള്ളൂ.
അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ത്രീയുടെ ഇതൊക്കെ അറിഞ്ഞൊരു 19-കാരൻ 19-കാരൻ കോളേജ് പയ്യൻ അഗാധമായ നിദ്രയിലായി. ചേച്ചി അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഞാൻ ഉണർന്നു. മുട്ടിയിട്ടാ ഉണർന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന ആളെ കണ്ടപ്പോൾ നല്ലതൊരിത് തോന്നി. നേരം പൊല്ലുന്നതിന് മുന്നേ ചേച്ചി ഒരു 2 വട്ടം കൂടി ആക്കണമെന്ന് എനിക്ക് തോന്നി. ഇനി ഇതുപോലെ ചാൻസ് കിട്ടുമല്ലോ എന്ന് അറിയില്ലല്ലോ. മാത്രമല്ല ചേച്ചിയുടെ ജീവിതത്തിലെ ഒരു പുരുഷൻ ഞാൻ മാത്രമായിരിക്കണം ഇനി മുതൽ ഇത് എൻ്റെ പെണ്ണാണ്, എനിക്ക് മാത്രമുള്ളത്. ഞാൻ എന്നിട്ട് പതുക്കെ ലൈറ്റിട്ടു. ചേച്ചി ഉണർന്നു. എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരിയോടെ. പിന്നെ അവിടേക്കൊന്ന് നോക്കി. ഇതെന്താടാ, ഇത് എപ്പോഴും ഇങ്ങനെ നിൽക്കുള്ളൂ, താരത്തൊന്നുമില്ലേ? അയ്യോ അതല്ലേ ചേച്ചി, മുള്ളാനിതായിട്ട് നിൽക്കാം. കൊള്ളാം, നിൻ്റേത് ഇത്രയ്ക്ക് ഇതാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചിക്ക് വളരെ ഇഷ്ടമല്ലേ? അപ്പോൾ അണ്ണൻ്റെ അപ്പോൾ ഇത്രയില്ലേ? ചേച്ചി ഒരു നെടുവേർപ്പെട്ട്. ഇവിടുത്തെ അണ്ണൻ്റെത് ഒരു തേങ്ങയില്ല, നിൻ്റെ കയ്യിലെ വിരലിൻ്റെ അത്ര പോലും ഉണ്ടാവുള്ളൂ. പണ്ട് പ്രസവിക്കുന്നതിനൊക്കെ മുന്നേ എനിക്ക് അത് മതിയാവുമായിരുന്നു. അതിനൊക്കെ ശേഷം പുള്ളിയുടെ കയറുമ്പോൾ അതുണ്ടോയെന്ന് പോലും അറിയാൻ പാടില്ല. എന്തല്ലേ. പിന്നെ പുള്ളിക്കാണേ ഒരുപാട് നേരം പറ്റത്തുമില്ല, പെട്ടെന്ന് എല്ലാം. പിന്നെ എന്താ പറയുക, നല്ല സുഖമൊന്നുമില്ലടാ. അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് ഇതാക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചി പെണ്ണില്ലേ, നമ്മുടെ മോൻകുട്ടനെ നല്ലോണം ഒന്ന് പൊക്കിയിട്ട് സ്വന്തം ഭർത്താവിനെ അങ്ങ് താത്തങ്ങ് പറയുക. അങ്ങനെ വീണ്ടും ഇതായിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മുതൽ നീ എൻ്റെയാണ് ചേച്ചി, അങ്ങ് 2 വട്ടം കൂടിയെങ്കിലും ഇതാക്കണ്ടേന്ന്. ചേച്ചിയാണെ പൊട്ടിച്ചിരിച്ചു. കൊതിയൻ. അപ്പോൾ ചേച്ചി ഇതിനൊക്കെ ഇഷ്ടമായല്ലേടാ? പിന്നല്ലാതെ 1000 പെണ്ണുങ്ങളുണ്ടെങ്കിലും ആരെണ്ണെ കാണും ഇതുപോലെ മുഖ സൗന്ദര്യവും ഒക്കെ ആയിട്ട്. ചേച്ചി അതുപോലുള്ളതാണ്. അത് കേട്ട് ചേച്ചി പിന്നെയും പൊട്ടിച്ചിരിച്ചു. അങ്ങനെ പിന്നെ ഫ്രഷായിട്ടാവാമെന്നായി. പിന്നെ ഞാൻ അകത്ത് കയറി ഒന്ന് സെറ്റായി, ബുക്കൊക്കെ കഴുകി, പൽപ്പൊടിയൊക്കെ എടുത്തിട്ട് വായ നല്ലപോലെ കഴുകി പുറത്തോട്ട് വന്നപ്പോൾ നീ ചേച്ചി ഒന്നുമില്ലാണ്ടൊരു ബ്രഷും പിടിച്ച് അകത്തോട്ട് കയറിയാ. നീ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ഫ്രഷായി വരാം. പിന്നെ നീ എന്നെ എന്ത് വേണേലും ആക്കിക്കോ, ഇനി മുതൽ ഞാൻ നിൻ്റെ മാത്രം. അപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നിയപ്പോൾ ഞാൻ കട്ടിയിൽ കയറി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു. എൻ്റെ അമ്മോ, എന്ത് രസമാണെന്നറിയോ. സൗന്ദര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായൊരു സൗന്ദര്യം, ഒരു ജാതി വെള്ള നിറം. ഒരുമാതിരിപ്പെട്ടവർക്ക് ഇത് കണ്ടാലേ പോകുമെന്ന് പറയാം. ലൈറ്റ് വേണോ? ഞാൻ പറഞ്ഞു ലൈറ്റ് വേണം, എനിക്കിന്ന് മൊത്തത്തിൽ ഒന്ന് കാണണം. നീ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ? ഞാൻ കൊല്ലും, സ്നേഹിച്ച് കൊല്ലും. അത്രേ ഉള്ളോ? ഇല്ല, എല്ലാം ഇതാക്കി കൊല്ലും. ചേച്ചിയാണെങ്കിൽ ഒന്നില്ലാതെ വരുന്നവരൊക്കെ മാത്രം മതി ഏതൊരാണിനും ഭാഗ്യം കിട്ടാൻ. അത്രയ്ക്കുണ്ട് ആ ശില്പം. പിന്നെ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കണില്ല, അത്ര മാത്രമുണ്ട്. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ്, അതും എന്നെക്കാൾ എത്രയോ വയസ്സ് മൂത്തൊരു ചേച്ചി എൻ്റെ ആധിപത്യം അംഗീകരിച്ച് എനിക്ക് കീഴ്പ്പെടാൻ തയ്യാറായിരിക്കുന്നു. ആ ഒരു ചിന്ത തന്നെ എനിക്കത് സ്വയം അഭിമാനം തോന്നി. അതുപോലെ ദൈവങ്ങൾ ഇത്രയും കാലം ഒന്നും തന്നില്ലേലും തന്നപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു ദിനം തന്നതുകൊണ്ട് എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഇത്രയും കാലത്തെ എൻ്റെ എല്ലാ വിശപ്പും ദാഹവും മാറ്റാനുള്ളത് മൊത്തത്തിലങ്ങ് തന്നേക്കുക. എവിടെ നിന്ന് തുടങ്ങണമെന്നായി ഗിരീഷിനെ ആലോചിച്ചുകൊണ്ട് ചേച്ചിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താണ് ആലോചിക്കുന്നത്? ചേച്ചി ഒന്ന് ചിണുങ്ങി. എവിടെ നിന്ന് തുടങ്ങുമെന്ന് ആലോചിക്കുമായിരുന്നു. അതുപോലൊരു മഹാഭാഗ്യമല്ലേ വന്നേക്കുന്നേ. ഞാൻ നിനക്ക് ഇഷ്ടം പോലെ ഇതാക്കിക്കോ, വേദനിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. ചേച്ചി പറഞ്ഞു. ഇല്ല ചേച്ചി, വേദനിപ്പിക്കത്തില്ല. എനിക്കെന്തോ സ്നേഹം തോന്നി, പാവം. അങ്ങനെ പിന്നെ വീട്ടൊരു തക്കർവും പരിപാടിയായിരുന്നു. നല്ലൊരു പരിപാടി കഴിഞ്ഞ് അവരങ്ങ് തളർന്നു തന്നെ പറയാം, അത്രമാത്രം ഉണ്ടായിരുന്നു. നല്ല രസിച്ചും തക്ക
കണക്കാക്കിയിട്ട് തന്നെ അവരാക്കിയത് തന്നെ. എന്താ പറയുക, അങ്ങനെ രണ്ടാമത്തെ പരിപാടിയും കഴിഞ്ഞു. ജീവിതത്തിന് ഒരർത്ഥം വന്നു എനിക്ക് അപ്പോഴാണ് തോന്നി. ഒരു ചെറു പുഞ്ചിരിയോടെ ഞാൻ ചേച്ചിയെ നോക്കി. ചേച്ചി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടേ. ഗിരീഷേ, നമുക്ക് ഉറങ്ങാം. അച്ഛനെയാന്ന് തോന്നുന്നു, നേരം വെളുത്തിട്ടില്ല. ശരി ചേച്ചി, എന്നാൽ കിടക്കാം ഒന്നും കൂടി. എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ അങ്ങ് ഉറങ്ങി. ആ ഉറങ്ങലോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരുക. ഇനി അടുത്തെന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് വരും കഥയിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നവരെ ബൈ.